മാലിന്യവാഹിനിയായി ഏലപ്പാറയാറ്. ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുതൽ മുസ്ലിം പള്ളിക്ക് സമീപം വരെ ആറ് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേനൽ കനക്കുന്നതിനാൽ ആറ്റിലെ വെള്ളമാണ് കുടിക്കുവാനും കുളിക്കുവാനും ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ആറിന്റെ താഴ്ഭാഗങ്ങളിൽ നിരവധി കുടിവെള്ള പദ്ധതികളുമുണ്ട്. മാലിന്യം കൊണ്ട് ആറ്റിലെ വെള്ളം മലിനപ്പെട്ടു കഴിഞ്ഞു. മാലിന്യത്തിന് പേരുകേട്ട പഞ്ചായത്താണ് ഏലപ്പാറ. ഏലപ്പാറ ടൗണിന് സമീപത്തു കൂടി ശാന്തസുന്ദരമായി ഒഴുകുന്ന പുഴയാണ് ഏലപ്പാറയാറ്. സാമൂഹ്യ വിരുദ്ധർ കയ്യേറിയും മറ്റും ആദ്യം പുഴയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തി. ഇപ്പോൾ മാലിന്യം ചാക്കിക്കെട്ടിയും അല്ലാതെയും കൊണ്ടിട്ട് പുഴയിലെ ജലവും മലിനപ്പെടുത്തി. വേനൽ കടുത്തതോടെ ഒഴുക്കും വെള്ളത്തിന്റെ അളവും തീരെ കുറഞ്ഞു. ഒഴുകുന്ന വെള്ളമാകട്ടെ മലിനജലമായി മാറി. ഈ വെള്ളം വേണം താഴ്വാരങ്ങളിലുള്ള ജനങ്ങൾക്ക് കുടിക്കാൻ. വെള്ളത്തിൽ മാലിന്യം കിടന്ന് അഴുകി ജലജന്യ പ്രാണികൾ പെറ്റുപെരുകി വലിയ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ജനങ്ങൾക്കിപ്പോൾ ആറ് സമ്മാനിക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയാണ്. ക്ഷേത്രത്തിൽ നിന്നും താഴെ നമ്മുടെ മുസ്ലിം പള്ളി വരെയുള്ള ആ ഭാഗത്ത് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. മാലിന്യങ്ങളുടെ കൂമ്പാരം കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഈ സമയത്ത് കുളിക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്ത സമയത്താണ് ഇപ്പം ഈ മാലിന്യ കൂമ്പാരം കിടക്കുന്നത്. അധികൃതർ ഇത് ശ്രദ്ധിക്കുന്നുമില്ല. ഇത് വാരി മാറ്റാനോ അതായത് ഇതിനെ തടയാനോ ഉള്ള നടപടികൾ എടുക്കുന്നില്ല. കൃത്യമായ നടപടി എടുക്കണമെന്ന് പഞ്ചായത്ത് പലവട്ടം ആറ് ശുദ്ധീകരിച്ചതാണ്. ഏറിയാൽ ഒരു മാസക്കാലം മാലിന്യമില്ലാതെ ആറ് ഇങ്ങനെ ഒഴുകും. പിന്നെയും നാട്ടുകാർ ചാക്കിക്കെട്ടിയും അല്ലാതെയും ഇവിടെ മാലിന്യം നിക്ഷേപിക്കും. എത്ര ബോധവൽക്കരണം നൽകിയിട്ടും കാര്യമില്ലെന്ന് തെളിയിക്കുകയാണ് ഏലപ്പാറയിലെ കുറെ ആൾക്കാർ. അവരിങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റു ജനങ്ങൾക്കും ഇത് ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി വലിയ പിഴ ചുമത്തിയാൽ മാത്രമേ നാട്ടുകാരെയും ആരിനെയും രക്ഷിക്കാൻ കഴിയൂ. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.